ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ അഥവാ PPD. അപ്പം ഞാൻ ഇതിനെപ്പറ്റി വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു അമ്മയാണ്. എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കണം. ഒരു 9 മാസം, അടുത്ത മാസം 7-ാം തീയതി ആകുമ്പോഴത്തേന് 10 മാസം ആകുമ്പോൾ എന്നൊരു കുഞ്ഞിൻ്റെ അമ്മയാണ്. അപ്പം ഞാനിങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുമ്പോഴത്തേന് എനിക്ക് വരുന്ന ഒരുപാട് മെസ്സേജസാണ്, ചേച്ചി പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ഇതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്യുമോ, അല്ലെങ്കിൽ എങ്ങനെയാണ് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ റിക്കവർ ചെയ്യുക, ചേച്ചി എങ്ങനെയാണ് റിക്കവർ ചെയ്തത്, ചേച്ചി പോസ്റ്റ്പാർട്ടം ഡിപ്രഷനിലൂടെ കടന്നു പോയിട്ടുണ്ടോ, ഇങ്ങനെ ഒരുപാട് മെസ്സേജസും കാര്യങ്ങളും വന്നു. അപ്പം ഞാൻ ഓർത്തു സംസാരിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് PPD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു നിസ്സാര കാര്യം അല്ല. അപ്പം ഞാൻ ഓർത്തു നമുക്ക് ഷോർട്ടായിട്ടൊരു ആൻസർ പറയുന്നതിനെക്കാട്ടിലും ബെറ്റർ ലോങ് ആയിട്ട് ഒരു യൂട്യൂബ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. ആദ്യം തന്നെ നമുക്ക് എന്താണ് PPD അഥവാ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന് സംസാരിക്കാം. മിക്കവർക്കും അറിയുന്ന കാര്യമായിരിക്കും. എന്നാലും പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ഡിഫൈൻ ചെയ്യാന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ചൈൽഡ് ബർത്തിന് ശേഷം, ഒരു കുഞ്ഞിന് ജന്മം നൽകിയതിന് ശേഷം നമുക്ക് മെൻ്റലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും ഇമോഷണലി ആണെങ്കിലും ബിഹേവിയറിലാണെങ്കിലും ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവും. ആ ഒരു ചേഞ്ചസിൻ്റെ മിക്സിനെയാണ് നമ്മൾ PPD അഥവാ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഇത് കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അല്ലാണ്ട് ഇതിപ്പോൾ എനിക്ക് മാത്രമാണോ ഉള്ളത് അങ്ങനെ ചിന്തിക്കാനുള്ളൊരു കാര്യമൊന്നുമല്ല. 7-ൽ ഒരമ്മമാർക്ക് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ഉണ്ടാവും എന്നാണ് പറയപ്പെടുന്നത്. അതായത് ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അതായത് ഒരു പ്രതീക്ഷ നഷ്ടപ്പെട്ട ഫീലിംഗ്, അതായത് എൻ്റെ എല്ലാം തീർന്നു, എനിക്കിനി ഒന്നുമില്ല, ആ ഒരു പ്രതീക്ഷ നഷ്ടപ്പെട്ടൊരു ഫീലിംഗ്, എപ്പോഴും വിഷമിച്ചിരിക്കണ ഒരു ഫീലിംഗ്, ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ്, ഇതെല്ലാം കൂടെ ഉള്ള ഈ ഒരു അവസ്ഥേനെയാണ് നമ്മൾ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേർക്ക്, അതായത് കുറേ അമ്മമാർക്ക് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ഉണ്ടാവും. പക്ഷെ അവർക്കിത് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ആണ് എന്നുള്ള കാര്യം അവർക്ക് അറിയില്ല. അപ്പം അങ്ങനെയുള്ളവർക്ക് ആണ് ഇത് പറഞ്ഞു തരുന്നത് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ്റെ കുറച്ച് സിംറ്റംസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ചേഞ്ചസിൻ്റെ ഒരു മിക്സ് ആണല്ലോ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇമോഷണൽ, ബിഹേവിയറൽ, ഫിസിക്കൽ, മെൻ്റൽ, ഈ ഒക്കെ ചേഞ്ചസ് എല്ലാം വരുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മളിപ്പോൾ ഇമോഷണൽ ചേഞ്ചസ് നോക്കുവാണെങ്കിൽ അതിൻ്റെയൊക്കെ സിംറ്റംസ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആദ്യത്തേതാണ് ഇറിറ്റബിലിറ്റി. അത് നമ്മൾ എപ്പോഴും ഇറിറ്റേറ്റഡ് ആയിരിക്കും, ചെറിയ കാര്യത്തിന് പോലും, അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ മൊത്തത്തിൽ ഇറിറ്റേറ്റഡ് ആയിരിക്കും. ചെറിയൊരു കാര്യം മതി നമുക്ക് ഇറിറ്റേറ്റഡ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇറിറ്റബിലിറ്റി ഇതിൻ്റെ ഒരു സിംറ്റമാണ്. ആങ്സൈറ്റി, ഭയങ്കര ആങ്സൈറ്റി എപ്പോഴും ഉണ്ടാവുന്നത് ഇതിൻ്റെ ഒരു സിംറ്റമാണ്. റെസ്റ്റ്ലെസ്നെസ് ഇതിൻ്റെ ഒരു സിംറ്റമാണ്. ഫീലിംഗ് ഹോപ്പ്ലെസ്, അതായത് പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരു ഫീലിംഗ്, അതായത് ഇനി എനിക്ക് ഒന്നുമില്ല, എൻ്റെ എല്ലാം ഇതോടുകൂടെ അവസാനിച്ചു എന്ന് തോന്നുന്ന ആ ഒരു ഫീലിംഗ്, എപ്പോഴും വിഷമിച്ചിരിക്കുന്ന ഒരു ഫീലിംഗ്, എപ്പോഴും നമ്മൾ സാഡാണ്, എപ്പോഴും ഒരു മൂകതയാണ്. ലൈക്ക് നമുക്ക് ഒന്നിലും നമുക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റണില്ല, എപ്പോഴും നമ്മൾ സാഡാണ്. പിന്നെ എപ്പോഴും കരച്ചിൽ വരിക, കരയുക, കണ്ണിൽ വെള്ളം നിറഞ്ഞ് കണ്ണീര് നിറഞ്ഞ് നിൽക്കുക, ഇതൊക്കെ ഇമോഷണൽ ചേഞ്ചസിൻ്റെ ഒരു സിംറ്റമാണ്. ഇനി നമുക്ക് ഫിസിക്കൽ സിംറ്റംസിലേക്ക് പോവാം. അപ്പോൾ ഫിസിക്കൽ സിംറ്റംസിൽ ആദ്യത്തെ സിംറ്റമാണ് ഫറ്റീഗ്. അതായത് നമ്മൾ ഡെയിലി ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ, എന്നും നമ്മൾ രാവിലെ തൊട്ട് രാത്രി വരെ ഡെയിലി ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ പോലും നമുക്ക് ചെയ്യാൻ പറ്റാത്ത, ചെയ്യാൻ തോന്നാത്ത ഒരവസ്ഥ, അതാണ് നമ്മൾ ഫറ്റീഗ് എന്ന് പറയുന്നത്. അത് പിന്നെ അല്ലെങ്കിൽ ഒരു എക്സോസ്റ്റഡ് ഫീലിംഗ്, അതായത് മൊത്തത്തിൽ നമ്മളൊരു എക്സോസ്റ്റഡ് ആണ്, ഒന്നും ഒരു സുഖമില്ലായ്മ, ഒന്നും അങ്ങോട്ട് ശരിയാവണില്ല, അങ്ങനെ ഒരു ഫീലിംഗ്. പിന്നെ നമുക്ക് ബോഡി പെയിനും കാര്യങ്ങളും, മസിൽ ഏക്സും ബോഡി പെയിനും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ നമുക്ക് ലോസ് ഓഫ് അപ്പറ്റൈറ്റ്, അതായത് അല്ലെങ്കിൽ അപ്പറ്റൈറ്റിൽ ചേഞ്ച് വരിക. പിന്നെ സ്ലീപ്പ് പാറ്റേൺസിൽ ചേഞ്ച് വരിക. ചിലർക്ക് ഉറക്കം കൂടുതലായിരിക്കാം, ചിലർക്ക് ഉറക്കം കുറവായിരിക്കാം. ചിലർ കൂടുതൽ ഫുഡ് കഴിക്കും, ചിലർ ഫുഡ് കഴിപ്പ് കുറയും. പിന്നെ അബ്ഡോമിനൽ ഇഷ്യൂസ് ഉണ്ടാവും എപ്പോഴും, വയറിന് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ്, ഡൈജസ്റ്റീവ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ഫിസിക്കൽ ചേഞ്ച് അല്ലെങ്കിൽ ഫിസിക്കൽ സിംറ്റംസിൽ പെടുന്നതാണ്. ഈ ഒരു ഫിസിക്കൽ സിംറ്റംസ് പോസ്റ്റ്പാർട്ടം ഡിപ്രഷനെ മാത്രമല്ല, നോർമലായിട്ടുള്ള ആങ്സൈറ്റിയുടെയും ആങ്സൈറ്റി ഡിസോർഡറിൻ്റെയും സ്ട്രെസ്സിൻ്റെയും ഒക്കെ സിംറ്റമാണ് ഈ ഒരു ഫിസിക്കൽ സിംറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്തതായിട്ട് നമുക്ക് ബിഹേവിയറൽ ചേഞ്ചസ് എന്തൊക്കെയാണ് ഉണ്ടാവുക നോക്കാം. അപ്പോൾ ബിഹേവിയറൽ സിംറ്റംസ് എന്ന് പറയുമ്പോഴത്തേന് അതിൽ പെടുന്നതാണ് ഈ സോഷ്യൽ ആക്ടിവിറ്റീസ് എന്നൊക്കെ ഒരു വിഡ്രോവൽ ഫ്രം സോഷ്യൽ ആക്ടിവിറ്റീസ്. അതായത് എന്തെങ്കിലും സോഷ്യലായിട്ടുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളിലൊന്നും
കൂടാണ്ട് ഒഴിഞ്ഞു മാറി നിൽക്കുക, ഒന്നിലേക്കും വേണ്ട ഒരു മെൻറ്റാലിറ്റി. പിന്നെ ഉത്തരവാദിത്തങ്ങളൊന്നും ഏറ്റെടുക്കാൻ പറ്റാത്ത, തോന്നാത്ത ഒരവസ്ഥ. ഉത്തരവാദിത്തങ്ങളൊന്നും എനിക്കിനി വേണ്ട, എന്നെ കൊണ്ട് ഇനി ഒന്നും പറ്റില്ല എന്ന് ഉള്ള ഒരു ഫീലിംഗ്. കുഞ്ഞിനെയായിട്ട് പ്രോപ്പറായിട്ട് ബോണ്ട് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ. അതായത് എന്താ പറയുക, കുഞ്ഞിനെയായിട്ട് പ്രോപ്പറായിട്ടുള്ള ഒരു ബോണ്ടിങ് കിട്ടണില്ല, അല്ലെങ്കിൽ ബോണ്ട് ചെയ്യാൻ പറ്റുന്നില്ല, ആ ഒരവസ്ഥ. ഡെയിലി ചെയ്തുകൊണ്ടിരുന്ന ടാസ്കും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടാവുക, എന്നെ കൊണ്ട് പറ്റണില്ല എന്നുള്ള, ഒന്നും പറ്റണില്ല എന്നുള്ള ആ ഒരു ചേഞ്ചസ്. ഈവൻ റിലേഷൻഷിപ്പ് എന്നാണെങ്കിൽ പോലും ഒരു വിഡ്രോവൽ. ഇപ്പോൾ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ പോലും എനിക്ക് വയ്യ, എനിക്ക് പറ്റണില്ല, പ്രോപ്പറായിട്ട് നമുക്ക് ബിഹേവ് ചെയ്യാൻ പറ്റില്ല. പഴയ ആ ഒരു ലവിങ്ങും കാര്യങ്ങളൊന്നും നമുക്ക് ഇപ്പോൾ കൊടുക്കാൻ നമുക്ക് പറ്റണില്ല. അതൊക്കെ ഒരു ബിഹേവിയറൽ സിംറ്റംസ് ആണ്. ഇതൊന്നും അല്ലാണ്ട് വേറെയും കുറച്ച് സിംറ്റംസ് ഉണ്ട്. അതായത് ഫുൾ ടൈം മൈൻഡിൽ നെഗറ്റീവ് തോട്ട്സ് ആയിരിക്കും. പിന്നെ സെൽഫ് ക്രിറ്റിസിസം, സ്വയം കുറ്റപ്പെടുത്തൽ. ഞാനൊരു നല്ല അമ്മയല്ല, എനിക്കിതൊന്നും പറ്റില്ല, എന്നെ കൊണ്ട് ഇതൊന്നും പറ്റണില്ല, ഞാൻ ചെയ്യണതൊക്കെ തെറ്റാണ്. അങ്ങനെ മൊത്തം നെഗറ്റീവായിട്ടുള്ളതും. പിന്നെ സെൽഫ് ക്രിറ്റിസിസം, ഇതും അതിൻ്റെ ഒരു സിംറ്റമാണ്. പിന്നെ വേറൊരു സിംറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊന്നും അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാണ്ടാവുക, എക്സ്പ്രസ് ചെയ്യാൻ പറ്റാണ്ടാവുക. നമുക്കുള്ളിൽ എന്തൊക്കെയോ ഉണ്ട്, പക്ഷെ നമുക്ക് അത് ആരോടും എക്സ്പ്രസ് ചെയ്യാൻ പറ്റണില്ല. ഒട്ടും എക്സ്പ്രസീവ് അല്ലാണ്ടാവുക, കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇല്ലാണ്ടിരിക്കുക, ഒന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റുക. പിന്നെ നമ്മൾ ബ്രീത്തിങ് ഇഷ്യൂസ് ഉണ്ടാവും. ചിലർക്ക് ബ്രീത്തിങ് ഇഷ്യൂസ് ഉണ്ടാവും. അത് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ പോസ്റ്റ്മോർട്ടത്തിൻ്റെ മാത്രമല്ല, അല്ലാണ്ടുള്ള ആങ്സൈറ്റിയുടെയും പാനിക് അറ്റാക്സ് ഉണ്ടാവും ഇടയ്ക്കിടയ്ക്ക്. പാനിക് അറ്റാക്സിൻ്റെ ഒക്കെ ഒരു സിംറ്റമാണ് ഈ ഒരു ബ്രീത്തിങ് ഇഷ്യൂസ് ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നമ്മൾ എന്താ പറയുക, ഡിസ്കണക്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുക, ഐസൊലേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുക. പിന്നെ ഫോർഗെറ്റ്ഫുൾനെസ്, ഓർമ്മയില്ല, മെമ്മറീസ് ഒന്നും മൈൻഡിൽ ഒന്നുമില്ല. ഇപ്പം ചെയ്യണ കാര്യമാണെങ്കിൽ പോലും ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓർമ്മയുണ്ടാവില്ല, ഒന്നും ഓർമ്മയുണ്ടാവില്ല, മൈൻഡിലൊന്നും നിൽക്കാത്തൊരവസ്ഥ. സെൽഫ് ഹാമിങ്, സ്വയം ഉപദ്രവിക്കുക, മേലെ മുറിയാക്കുക, സ്വയം വേദനിപ്പിക്കുക, കുഞ്ഞിനെ ഉപദ്രവിക്കുക, കുഞ്ഞിനെ വേദനിപ്പിക്കുക. ഇതൊക്കെ പോസ്റ്റ്മോർട്ടത്തിൻ്റെ ഒരു സിംറ്റമാണ്. ഈ പറഞ്ഞതെല്ലാം പോസ്റ്റ്മോർട്ടത്തിൻ്റെ ഒരു സിംറ്റംസാണ്. പക്ഷേ ഒരാൾക്ക് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഉണ്ടാവാനായിട്ട് ഈ എല്ലാ സിംറ്റംസും വേണമെന്നൊരു നിർബന്ധമില്ല. ഇതിൽ കുറച്ചൊക്കെ സിംറ്റംസൊക്കെ ഒരാൾക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ഈ സിംറ്റംസ് പറഞ്ഞത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ പേർക്ക് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഉണ്ടാവും, പക്ഷെ അവർക്കത് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ആണെന്ന് മനസ്സിലാക്കാനുള്ളൊരു ഇതുണ്ടാവില്ല. അവർ ചിന്തിക്കുമ്പോൾ എനിക്ക് എന്താണെന്ന് മനസ്സിലാവാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻസിൻ്റെ സിംറ്റംസ് ഞാനിവിടെ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് പോസ്റ്റ്മോർട്ടം ഡിപ്രഷനെ പറ്റിയിട്ടുള്ള സ്ഥിരമായിട്ടുള്ള ചില എന്താ പറയുക മിസ്കൺസെപ്ഷൻസും പിന്നെ മിത്സും ഇതിനെപ്പറ്റി സംസാരിക്കാം. അപ്പോൾ സ്ഥിരമായിട്ടുള്ള കുറച്ച് മിത്സാണ്. പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുവർ മദറിങ് ആണ്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, നമുക്ക് നമ്മുടെ കുഞ്ഞിനെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ വരണത്. കുഞ്ഞിനെ ഇഷ്ടമല്ലാണ്ടാവണത് ഒക്കെ എന്താ പറയുക, അതൊന്നും പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ അല്ല. നേരെ മറിച്ച് അതൊക്കെ ബേബി ബ്ലൂസ് ആണ്. അത് തന്നെത്താനെ അങ്ങ് പൊക്കോളും. നിനക്ക് കുഞ്ഞിനെ നിനക്ക് പറ്റൂലെങ്കിൽ പിന്നെ അത് പറഞ്ഞാൽ പോരെ. കുഞ്ഞിനെ ഇങ്ങനെ ചീത്ത പറയണോ, ഉപദ്രവിക്കണോ, നിനക്ക് അതങ്ങോട്ട് വാ തുറന്ന് പറഞ്ഞാൽ പോരെ. അതേപോലെ തന്നെ എന്താ പറയുക, പോസ്റ്റ്മോർട്ടം ഡിപ്രഷനൊക്കെ അതൊക്കെ ആങ്സൈറ്റിയും ഡിപ്രഷൻ്റെ ഒക്കെ ഹിസ്റ്ററി ഉള്ള ആൾക്കാർക്ക് മാത്രമേ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ വരുള്ളൂ. അങ്ങനെ കുറേ മിസ്കൺസെപ്ഷൻസും മിത്തും ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് വെറും മിത്സും മിസ്കൺസെപ്ഷൻസും മാത്രമാണ്. ഒരിക്കലും അത് പുവർ മദറിങ് അല്ല, കുഞ്ഞിനെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, കുഞ്ഞിനോട് താല്പര്യം ഇല്ലാഞ്ഞിട്ടല്ല. എന്താ പറയുക, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ആങ്സൈറ്റിയുടെ ഹിസ്റ്ററി ഉള്ള ആൾക്കാർക്ക് മാത്രമൊന്നും അല്ല വരിക. പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഏതൊരമ്മയ്ക്കും വരാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ വെറും മിത്തായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതും കേട്ട് ഇതും മൈൻഡിലിട്ട് ഇങ്ങനെ നടക്കാണ്ടിരിക്കുക. അതായത് നിങ്ങളൊരു നല്ല അമ്മയല്ല, ഒരിക്കലും അല്ല. എല്ലാ അമ്മമാരും സ്വന്തം കുഞ്ഞിനെ മാക്സിമം പ്രൊട്ടക്റ്റ് ചെയ്യാനും ഇഷ്ടപ്പെടാനും മാത്രമേ നോക്കുകയുള്ളൂ. അപ്പോൾ യു ആർ ദ ബെസ്റ്റ് മദർ, അങ്ങനെ മാത്രം ചിന്തിച്ചാൽ മതി. അങ്ങനെയാണ്.
അപ്പോൾ ഇനി നമുക്ക് പോസ്റ്റ്മോർട്ടം ഡിപ്രഷനെ കുറിച്ചിട്ടുള്ള എൻ്റെ കുറച്ച് എക്സ്പീരിയൻസ്, എങ്ങനെയാണ് ഞാൻ റിക്കവർ ചെയ്തോ, എങ്ങനെയാണ് റിക്കവർ ചെയ്തത്, ഇപ്പോൾ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഉണ്ടോ, എങ്ങനെ ഡീൽ ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. ഓക്കെ, അപ്പോൾ എൻ്റെ കേസിലേക്ക് വരുമ്പോഴത്തേനും ഞാൻ ഓൾറെഡി ആങ്സൈറ്റി ഡിപ്രഷന് മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. ലൈക്ക് എനിക്ക് മുന്നേ തൊട്ടേ ആങ്സൈറ്റിയുടെ ഇഷ്യൂ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തത് പ്രഗ്നൻസി ടൈം ആയപ്പോഴാണ്. കാരണം എനിക്കും കുറേ തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു ഈ ആങ്സൈറ്റീനെ പറ്റി, അതിനെപ്പറ്റി, ഇതിനെപ്പറ്റിയൊക്കെ. അപ്പോൾ എനിക്ക് മുന്നേ തൊട്ടേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. മുന്നേ തൊട്ടേ ഞാൻ ഇങ്ങനെ കൗൺസിലിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോഴത്തേനും എൻ്റെ അടുത്ത് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യാൻ പറയുമായിരുന്നു. പക്ഷെ കുറേ പേരെന്നെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് വെച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈക്ക് വൺസ് നമുക്ക് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലൈഫ് ലോങ് ആണ്, പിന്നെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല, പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് എന്നെ എന്താ പറയുക തെറ്റിദ്ധരിപ്പിച്ച് വെച്ചേക്കുമായിരുന്നു. ലൈക്ക് സൈക്കാട്രിക് ഡ്രഗ്, ചില ഡ്രഗ്സൊക്കെ ലൈഫ് ലോങ് എടുക്കേണ്ടി വരും. ബട്ട് ദാറ്റ് ഡസൻറ്റ് മീൻ എല്ലാ ഡ്രഗ്സും ഒരുപോലെയാണ്, എല്ലാം ലൈഫ് ലോങ് എടുക്കേണ്ടി വരും, അങ്ങനെയല്ല അതിനർത്ഥം. അപ്പോൾ അതിനെപ്പറ്റി എനിക്ക് അറിയില്ലായിരുന്നു. അപ്പം ഞാൻ അന്ന് ചെറിയ പഠിക്കുന്ന പ്രായമായ സമയത്ത് എനിക്ക് ഇതിനെപ്പറ്റി അറിയാത്തതുകൊണ്ട് ഞാൻ മെഡിസിൻ ഒന്നും എടുക്കാൻ റെഡിയായില്ല. പിന്നെ ലേറ്റർ ലൈക്ക് കല്യാണം കഴിഞ്ഞതിന് ശേഷം മെഡിസിൻ എടുക്കുന്നതിനെ പറ്റി ഞാൻ ചിന്തിച്ചായിരുന്നു. പക്ഷെ അപ്പോഴും എനിക്ക് ഭയങ്കര സപ്പോർട്ടായിട്ട് എൻ്റെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു. നമുക്ക് നോക്കാം, തീരെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം മെഡിസിൻ സ്റ്റാർട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ കുറേ മുന്നോട്ട് പോയി. പക്ഷേ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ ആങ്സൈറ്റിയും കാര്യങ്ങളൊക്കെ ഒരു ലെവൽ കഴിഞ്ഞാൽ നമ്മുടെ റിലേഷൻഷിപ്പിനെയും എല്ലാത്തിനെയും അത് ബാധിക്കും. കാരണം നമുക്ക് ഒരു കണ്ടീഷനാണ്, ഒരു ആങ്സൈറ്റി, ആ ഒരു ഇതാണ്. പക്ഷെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള പാർട്ട്ണർ കുറേ സഹിക്കുമായിരിക്കും. പക്ഷെ ആസ് എ ഹ്യൂമൻ ബീങ് അവർ സഹിക്കണേനും ക്ഷമിക്കണേനൊക്കെ ഒരു ലിമിറ്റുണ്ട്. അപ്പോൾ അങ്ങനെയല്ല ഞാൻ പറയണത്, ലൈക്ക് അവർ നമ്മൾ നല്ലോണം കെയർ ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷെ അവരിങ്ങനെ അനുഭവിക്കുകയാണല്ലോ വേറൊരു രീതിയിൽ നോക്കുവാണെങ്കിൽ. അപ്പോൾ ഞാൻ എന്നിട്ട് പിന്നെ മെഡിസിൻ എടുക്കണതിനെ പറ്റി ചിന്തിച്ചപ്പോഴും ഞാൻ പറഞ്ഞു മെഡിസിൻ എടുക്കണ്ട, നമുക്ക് പിന്നെ എടുക്കാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോയി. അത് കഴിഞ്ഞ് പിന്നെ പ്രഗ്നൻസി ടൈം ആയപ്പോഴത്തേന് എനിക്ക് കുറച്ച് ഇഷ്യൂസ്, ആങ്സൈറ്റിയുടെ ആയിട്ടുള്ള കുറച്ച് സീരിയസ് ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കൗൺസിലിങ്ങിനും കാര്യങ്ങളും പോയ സമയത്ത് എൻ്റെ അടുത്ത് അവർ പറഞ്ഞു ലൈക്ക് വേണമെങ്കിൽ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഓർത്തു യെസ്, മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യണതായിരിക്കും ഭേദം. കാരണം എനിക്ക് സെൽഫ് ഹാമിങ് ടെൻഡൻസി മാത്രമല്ല, സെൽഫ് ഹാമിങ് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോൾ, ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് മെഡിസിനും കൂടെ എടുക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ ഞാൻ എന്നെ തന്നെ ഹേർട്ട് ചെയ്യുമ്പോൾ അതെൻ്റെ ബേബീനെയും കൂടെ ആണ് ബാധിക്കണേ എന്നുള്ളൊരു സംഭവം എൻ്റെ മൈൻഡിലേക്ക് വന്നപ്പോൾ എന്തൊക്കെ വന്നു കഴിഞ്ഞാലും മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഞാൻ എത്തി. അങ്ങനെ എൻ്റെ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ ആങ്സൈറ്റിയുടെ മെഡിസിനും എടുത്തു തുടങ്ങിയായിരുന്നു. കാരണം ഉറപ്പായിട്ടും പ്രഗ്നൻ്റ് ആകുമ്പോഴും കുട്ടി ഉണ്ടാകുമ്പോഴും ഹോർമോണൽ ചേഞ്ചസും കാര്യങ്ങളും ഉണ്ടാവും. അത് കൂടുതൽ വേഴ്സ് ആവണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ നേരത്തെ മെഡിസിൻ എടുത്ത് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ആദ്യം ചെറിയ ഡോസൊന്നും സ്റ്റാർട്ട് ചെയ്തു. പിന്നെ പ്രഗ്നൻസി ടൈമിൽ നമുക്ക് കുറച്ച് എന്താ പറയുക, കുറച്ച് മൂഡ് സ്വിങ്സും കാര്യങ്ങളും കുറച്ച് അങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഉണ്ടാവുമല്ലോ. അത് കഴിഞ്ഞ് പിന്നെ ഒരു 3 months ഒക്കെ പ്രഗ്നൻ്റ് ആയപ്പോഴത്തേന് ഞാൻ കാനഡയിലേക്ക് വന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ലോൺലിനെസ് ഫീൽ ചെയ്തു. കാരണം എൻ്റെ അമ്മ ബഹ്റൈനിലാണ്, ഞാൻ കാനഡയിലേക്ക് വന്നു, മദർ ഇൻ ലോ ഉണ്ട്, അമ്മയാണ് എനിക്ക് എല്ലാത്തിനും സപ്പോർട്ടായിട്ട് നിന്നത്. ലൈക്ക് ഒരു പണി എന്നെ കൊണ്ട് എടുപ്പിക്കില്ലായിരുന്നു, ഒന്നും ചെയ്യിപ്പിക്കില്ലായിരുന്നു, ഫുൾ ടൈം എനിക്ക് റെസ്റ്റ് ആയിരുന്നു. പക്ഷെ എന്നാൽ കൂടെ നമ്മുടെ പാർട്ട്ണർ കൂടെയുള്ള ആ ഒരു സംഭവം നമുക്ക് വേറെ ആരുടെ അടുത്തൊന്നും കിട്ടില്ലല്ലോ. അത് എൻ്റെ ഈ ഒരു ആങ്സൈറ്റി സംഭവത്തിനെ കൂടുതൽ ട്രിഗർ ചെയ്തായിരുന്നു. അങ്ങനെ എനിക്ക് കുറച്ച് ഇഷ്യൂസ് കൂടുതലായി, ഉറക്കമില്ലായ്മയും കാര്യങ്ങളായി. അതെൻ്റെ ഹെൽത്തിനെ ബാധിക്കാൻ തുടങ്ങിയപ്പോഴത്തേന് സൈക്യാട്രിസ്റ്റ് എനിക്ക് ഡ്രഗിൻ്റെ അളവ് കൂട്ടി തന്നു. അങ്ങനെ കൂടുതൽ അളവിലുള്ള മെഡിസിനും കാര്യങ്ങളും എടുക്കാൻ തുടങ്ങി. അപ്പോഴും എനിക്ക് ഫാമിലി, നമ്മുടെ ഒരു പാരൻസ് ആണെങ്കിലും നമ്മുടെ റിലേറ്റീവ്സ് ആണെങ്കിലും അറിയാലോ, ആ ഒരു എന്താ പറയുക ജനറേഷനിലുള്ള ആൾക്കാരാകുമ്പോഴത്തേന് അവരെന്ന് പറയുമ്പോൾ ഇത് എന്നൊക്കെ പറയുമ്പോൾ, അതായത് നമുക്ക് എന്തൊക്കെ മെൻ്റൽ ഇൽനെസ് എന്നല്ല അവർ കാണുക, ഭ്രാന്തിനുള്ള മരുന്ന് കഴിക്കുക എന്നാണ് പൊതുവെ ഒരു ടോക്ക് വരിക.
അപ്പോഴത്തേന് എല്ലാവരും ഇങ്ങനെ പറയാൻ തുടങ്ങി, എന്തിനാണ് ആവശ്യമില്ലാത്ത മരുന്നൊക്കെ കഴിക്കണം, സൈക്യാട്രിസ്റ്റിനെയൊക്കെ കണ്ടിട്ട് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ആസ് യൂഷ്വൽ. പക്ഷെ അതിൻ്റെ ആവശ്യം എന്താണെന്നുള്ളത് നമുക്ക് അത് ആ ഒരു ഇതിലൂടെ കടന്നു പോകുന്ന ഒരാൾക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ എന്താണ് അതിൻ്റെ ആവശ്യം എന്നുള്ളത്. എനിക്ക് ഭയങ്കര ഒരു സമാധാനമായിരുന്നു മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം. അങ്ങനെ ഉറക്കമൊന്നും ഇല്ലാണ്ടായപ്പോഴത്തേനും പറഞ്ഞ പോലെ മെഡിസിൻ കൂട്ടി തന്ന് അങ്ങനെ കാര്യങ്ങൾ ഉറക്കവും ഇതൊക്കെ പ്രോപ്പറായിട്ട് വന്നു. പിന്നെ പ്രഗ്നൻസി ടൈമിലും കൂടെ മെഡിസിൻ എടുക്കണം, കാരണം എനിക്ക് എല്ലായിടത്തുനിന്നും ഭയങ്കര പ്രഷറായിരുന്നു. കാരണം കുട്ടിയും കൂടെ ഉണ്ട്, നീ മാത്രമല്ല, കുഞ്ഞിനെ അത് ബാധിക്കും, അങ്ങനെ ഇങ്ങനെ. പക്ഷെ ഇറ്റ് വാസ് ലൈക്ക് എ സേഫ് ഡ്രഗ് ഡ്യൂറിങ് പ്രഗ്നൻസി. അത് പ്രഗ്നൻസിനെ അഫക്റ്റ് ചെയ്യണ ഒരു ഇതായിരുന്നില്ല, ബേബീനെ അഫക്റ്റ് ചെയ്യണ ഒരു സംഭവമായിരുന്നില്ല. അങ്ങനെ അത് കണ്ടിന്യൂ ചെയ്തു ഞാൻ. പിന്നെ എനിക്ക് പ്രഗ്നൻസിയിൽ BP-യുടെ ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടായി. പിന്നെ എനിക്ക് 5th മന്തിന് ശേഷമാണ് എനിക്ക് വൊമിറ്റിങ്ങും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്തത്. 4th മന്ത് വരെ എനിക്ക് വലിയ ഛർദിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. 5th മന്ത് തൊട്ടാണ് എനിക്ക് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ അമ്മ മദർ ഇൻ ലോ ജോലിക്ക് പോയി കഴിയുമ്പോഴത്തേന് ഞാൻ വീട്ടിൽ തനിച്ചാണല്ലോ. അപ്പോൾ ഞാൻ തന്നെ ഒറ്റയ്ക്ക് വൊമിറ്റ് ചെയ്യണം, ഞാൻ തന്നെ ക്ലീൻ ചെയ്യണം. ഞാൻ മൊത്തത്തിൽ അങ്ങ് ടയേർഡായി. എനിക്ക് ലൈക്ക് അത്യാവശ്യം വയറൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ വൊമിറ്റ് ചെയ്യുമ്പോൾ അറിയാമല്ലോ, ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. അങ്ങനെ എനിക്ക് എല്ലാം കൂടെ ആയിട്ട് എനിക്ക് ഒറ്റയ്ക്ക് തീരെ പറ്റണമുണ്ടായിരുന്നില്ല. ഞാൻ 2-3 വട്ടം ബാത്റൂമിൽ സ്ലിപ്പായി വീണിട്ടുണ്ട്. ലൈക്ക് വൊമിറ്റ് ചെയ്ത് കഴിഞ്ഞ് ടയേർഡാവും. പിന്നെ അത് തുടയ്ക്കാനും കൂടെ നിൽക്കുമ്പോഴത്തേന് എല്ലാം കഴിയുമ്പോഴത്തേന് നമുക്ക് ആകെ ആ ഒരു പ്രഗ്നൻസി ടൈമിലാണല്ലോ. അപ്പോൾ ഈ വൊമിറ്റ് ചെയ്ത് കണ്ട് പിന്നെ വൊമിറ്റ് ചെയ്യും, തുടയ്ക്കുമ്പോഴത്തേന് പിന്നെ വൊമിറ്റ്, അങ്ങനെ ആകെ ഇഷ്യൂസും കാര്യങ്ങളുമായി മൊത്തത്തിൽ ഞാൻ ഡൗൺ ആയായിരുന്നു. പിന്നെ ഒരു 7 months ഒക്കെ ആയപ്പോഴത്തേന് നാട്ടിലേക്ക് വന്നു. പയ്യെ ഡ്രഗ് എൻ്റെ ഡോസേജ് കുറച്ചാലോ എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ സൈക്യാട്രിസ്റ്റിനെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു അങ്ങനെ ഒറ്റയടിക്ക് കുറയ്ക്കാൻ പറ്റില്ല, പയ്യെ കുറച്ച് വരാനേ പറ്റുള്ളൂ. ഗ്രാജുവലി നമുക്ക് ഡോസ് കുറച്ച് വരാം. പക്ഷേ ഡെലിവറി ഒന്ന് കഴിഞ്ഞോട്ടെ, പോസ്റ്റ്മോർട്ടം സ്റ്റേജും കൂടെ ഈ ഒരു ആങ്സൈറ്റി വെച്ചിട്ട് ചിലപ്പോൾ ഡീൽ ചെയ്യാൻ പറ്റണമെന്നില്ല, അതുകൊണ്ട് അതും കൂടെ കഴിഞ്ഞിട്ട് നിർത്താമെന്ന് പറഞ്ഞു. അങ്ങനെ ഡെലിവറിയും കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം ആദ്യം വലിയ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഡെലിവറി കഴിഞ്ഞ് കുഞ്ഞിന് 3 months ആയപ്പോഴത്തേന് ഹസ്ബൻഡ് പിന്നെയും കാനഡയിലേക്ക് പോയി. അപ്പോൾ ഞാനൊരു 1 month കഴിഞ്ഞപ്പോഴത്തേന് ഹസ്ബൻഡ് വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഡെലിവറി കഴിഞ്ഞ് 1 month കഴിഞ്ഞ് അമ്മ ബഹ്റൈനിലേക്കും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മദർ ഇൻ ലോ ജോലിക്ക് പോകുന്ന പറയുമ്പോൾ കുഞ്ഞിനെ ഒറ്റയ്ക്ക് ഡീൽ ചെയ്യണത് ഒന്നാമത് എനിക്കൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ സംഭവം ഞാൻ എങ്ങനെയൊക്കെയോ പിന്നെ എനിക്കും തോന്നി ഇപ്പോൾ ഡോസ് കുറച്ചാൽ ശരിയാവില്ല. അങ്ങനെ ഡോസ് കുറയ്ക്കാണ്ട് അങ്ങനെ ഞാൻ മുന്നോട്ട് അതേ ഡോസിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോയി. പിന്നെ ഗ്രാജുവലി എനിക്കിങ്ങനെ തോന്നി ഡോസ് കുറച്ചേക്കാം, കാരണം എനിക്ക് തന്നെ നിർത്തണം എന്നുള്ളൊരു തോന്നൽ വന്നു. പിന്നെ ഒരു ഡോക്ടർ പറഞ്ഞു, എപ്പം നിങ്ങൾക്ക് നിർത്താൻ തോന്നുന്നു അപ്പം നിനക്ക് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ തോന്നുമ്പോൾ ഞാൻ ഡോക്ടറെ അടുത്ത് പറഞ്ഞു. ഡോക്ടർ ആദ്യത്തെ 2-3 വട്ടമൊന്നും സമ്മതിച്ചില്ല, കാരണം കുഞ്ഞും കൂടെ ഉള്ളതാണ്, ഹസ്ബൻഡ് കൂടെ ഇല്ല, ഒറ്റയ്ക്കെല്ലാം കൂടെ ഡീൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ട് വെച്ചിട്ട്. പക്ഷെ പിന്നെ ഞാൻ സ്ട്രോങ് ആയിട്ട് ലൈക്ക് അതിൽ തന്നെ ഉറച്ച് നിന്നപ്പോഴത്തേന് പയ്യെ ഡോസ് കുറച്ച് മെഡിസിൻ ഞാൻ തന്നെ കട്ട് ചെയ്ത് നിർത്തി. അങ്ങനെ ഞാൻ എന്നിട്ട് പിന്നെ കാനഡയിലേക്ക് വരാനുള്ള ടൈമായി. കുഞ്ഞിനൊരു 6 മാസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് 7 മാസമൊക്കെ ആയപ്പോഴത്തേന് 8 മാസമൊക്കെ ആയപ്പോഴത്തേന് ഞാൻ കാനഡയിലേക്ക് വന്നു. കാനഡയിലേക്ക് വന്നപ്പോഴത്തേന് ആദ്യമൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ പിന്നെ അങ്ങോട്ടേക്ക് ഇപ്പോഴാണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്യൂസാണ്. കാരണം എന്താ പറയുക, ഒറ്റയ്ക്കാണ്. ഹസ്ബൻഡ് നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് രാവിലെ വന്നു കഴിഞ്ഞാൽ ആൾക്ക് കിടന്നുറങ്ങണം. നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് ടയേർഡായി വരണേ. എനിക്ക് രാത്രി ഉറക്കമില്ല, പകലും കിടന്നുറങ്ങാൻ പറ്റില്ല. ഇവനെ ഒറ്റക്കൈയിൽ വെച്ചുകൊണ്ടാണ് ഞാൻ കുക്കിങ്ങും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണേ. എന്നാലും ഹസ്ബൻഡ് ഇടയ്ക്ക് ഉറക്കത്തിൻ്റെ ഇടയിലാണെങ്കിലും വന്നിട്ട് നീ ഉറങ്ങിക്കോ എന്ന് പറഞ്ഞ് വരും. പക്ഷേ നാട്ടിലൊക്കെ ആകുമ്പോൾ ഞാൻ ഉറങ്ങിയാലും ഫുഡും കാര്യങ്ങളും ഇവിടെ പ്രിപ്പയർ ചെയ്ത് തരാൻ ആരെങ്കിലും ഉണ്ടാവും. പക്ഷെ ഇവിടെ എനിക്ക് കുഞ്ഞിനെ ആരെങ്കിലും ഡീൽ ചെയ്താൽ പോലും എനിക്ക് കിടന്നുറങ്ങാൻ പറ്റില്ല സമാധാനമായിട്ട്. കുക്കിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാം കൂടെ എന്നെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്താലോ മെഡിക്കേഷൻ എന്ന് വരെ ചിന്തിക്കുന്ന ഒരു സ്റ്റേജിലാണ് ഞാൻ ഇരിക്കുന്നത്. ഞാൻ സീരിയസ് ആയിട്ട് പറയുകയാണെങ്കിൽ ലാസ്റ്റ് 1 വീക്കായിട്ട് ഞാൻ മൊത്തത്തിൽ ഫിസിക്കലി ആണെങ്കിലും മെൻ്റലി ആണെങ്കിലും ഞാൻ നല്ല ഡൗൺ ആണ്. എനിക്ക് ഉറക്കം കിട്ടണില്ല. ഇൻസോംനിയ ആണോ എന്ന് വരെ എനിക്ക് സംശയം തോന്നി. ഞാൻ ഇന്നലെയും കൂടെ ഹസ്ബൻഡ് അടുത്ത് പറഞ്ഞിട്ടുള്ളൂ, എനിക്ക് ഉറക്കം എനിക്ക് കിട്ടണില്ല. പക്ഷെ ഞാൻ എന്നാൽ അറ്റ് ദ സെയിം ടൈം ഭയങ്കര ഇറിറ്റേറ്റഡും ആണ് ഉറക്കം ഇല്ലാത്തതുകൊണ്ട്. അപ്പം അങ്ങനെ നല്ല ഇഷ്യൂസും കാര്യങ്ങളിലൂടെയാണ് ഞാനിപ്പോൾ പോകുന്നത്. ആൻഡ് ഞാൻ നാട്ടിലായിരുന്ന സമയത്ത് ഞാൻ കൗൺസിലിങ്ങിന് പോയ സമയത്ത് ഞാൻ കോണ്ടാക്ട് ചെയ്തൊരു ചേച്ചിയുണ്ട്, മീര ചേച്ചി എന്ന് പറഞ്ഞിട്ട്. മീര ചേച്ചിയാണ് എന്നെ എല്ലാ ടൈമും ഓണാക്കിയിട്ട് കൂടെ നിൽക്കണം. കാരണം ചില സമയത്ത് ഞാൻ ഭയങ്കര ചൈൽഡിഷാണ്. ചെറിയ കാര്യങ്ങൾക്ക് പോലും ഞാൻ പെട്ടെന്ന് ഇറിറ്റേറ്റഡായി മീര ചേച്ചിക്ക് മെസ്സേജ് അയക്കും, ചേച്ചി എനിക്ക് അത് പറ്റണില്ല ഇത് പറ്റണില്ല, ഇങ്ങനെ ഞാൻ കരഞ്ഞുകൊണ്ടൊക്കെ വോയിസ് മെസ്സേജ് അയക്കും. മീര ചേച്ചിയാണ് എന്നെ കംപ്ലീറ്റ് ആയിട്ട്
എന്നെ ഇങ്ങനെ പിടിച്ചു നിർത്തി കൊണ്ടുപോകണത് ഓരോ സ്റ്റേജിലും. ഇവിടെ വന്നപ്പോഴാണെങ്കിലും ഞാൻ മീര ചേച്ചിക്ക് മെസ്സേജ് എനിക്ക് പറ്റണില്ല അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞ് കരച്ചിലും വീഴ്ചയിലൊക്കെ ആയി. അപ്പോഴും പുള്ളിക്കാരിയാണ് എനിക്ക് ഓരോന്നും പറഞ്ഞ് ഇങ്ങനെ എന്നെ ഇങ്ങനെ പിടിച്ചു നിർത്തും. ദെൻ ലൈക്ക് ഓഫ് കോഴ്സ് എൻ്റെ ഹസ്ബൻഡാണ് എൻ്റെ എല്ലാം, എൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയാണ് ഞാൻ റിക്കവേർഡ് ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് റിക്കവേർഡ് അല്ല. ഇവിടെ വന്നപ്പോഴാണ് സത്യം പറഞ്ഞാൽ എനിക്ക് പോസ്റ്റ്മോർട്ടത്തിൻ്റെ കൂടുതൽ അങ്ങേയറ്റം എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ എനിക്ക് ദേഷ്യം വരും, ഞാൻ ഫ്രസ്ട്രേറ്റഡ് ആണ്, കാരണം എനിക്ക് ആരോടൊന്നും പറയാനും ഇല്ല. അപ്പോൾ ഞാൻ കുഞ്ഞിനോട് ഓട്ടോമാറ്റിക്കലായിട്ട് ചീത്ത പറയാൻ തുടങ്ങി, കുഞ്ഞിനെ ഓട്ടോമാറ്റിക്കായിട്ട്. അപ്പോൾ എനിക്ക് പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് നമുക്ക് റിഗ്രറ്റ് ഫീൽ വരുമല്ലോ പിന്നെ. അപ്പോൾ ഞാൻ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് കുറേ നേരം കരയും, എന്നിട്ട് സോറിയൊക്കെ കാര്യങ്ങളൊക്കെ പറയും. അങ്ങനെ ഞാൻ അവനെ കൂടുതലായിട്ട് ചീത്ത പറയാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ മീര ചേച്ചീനെ കോണ്ടാക്ട് ചെയ്ത. ചേച്ചി എൻ്റെ മൈൻഡ് കംപ്ലീറ്റ് ആയിട്ട് ഔട്ടാണ്, എനിക്ക് ഡീൽ ചെയ്യാൻ പറ്റണില്ല, ഞാൻ അവനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ എന്നെ തന്നെ സ്വയം ഹേർട്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ തുടങ്ങി. അപ്പോൾ പുള്ളിക്കാരിയെ നമുക്ക് വർക്കൗട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് എഗെയിൻ ആ ഒരിത് സ്റ്റാർട്ട് ചെയ്ത് പുള്ളിക്കാരുടെ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു പ്ലാനിങ്ങിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ അപ്പം ഇങ്ങനെയാണ് എൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കുറേ മെസ്സേജ് അയക്കണു, ചേച്ചി എങ്ങനെ റിക്കവേർഡായി അതിന്ന്. ഞാൻ റിക്കവേർഡ് ആയിട്ടില്ല, ഞാനിപ്പോഴും സെയിം. കാരണം എനിക്ക് എൻ്റെ ആങ്സൈറ്റിയും കൂടെ ഉള്ള കാരണം എനിക്ക് കുറച്ച് പ്രശ്നം കൂടുതലാണ്. എനിക്ക് ഒറ്റയ്ക്ക് എൻ്റെ ഇമോഷൻസ് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഒന്നും എൻ്റെ കയ്യിലല്ല എന്നുള്ളൊരു ഫീലാണ് എനിക്ക്. ഒന്നും എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ മൊത്തത്തിൽ അപ്പോൾ ഇതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എനിക്ക് പറയാനാണെങ്കിൽ ഇതൊരിക്കലും ഒരു സിമ്പിളായിട്ടുള്ള കാര്യമല്ല. ബീങ് എ മദർ ഇസ് നോട്ട് ആൻ ഈസി ടാസ്ക്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അത് നമ്മൾ ഈ ഒരു പൊസിഷനിലേക്ക്, ഒരു മദർ എന്നൊരു പൊസിഷനിലേക്ക് വരുമ്പോൾ മാത്രമേ നമുക്കത് മനസ്സിലാവുള്ളൂ. പണ്ട് ന്യൂസിൽ പോസ്റ്റ്മോർട്ടം കാരണം സൂയിസൈഡ് ചെയ്തു അല്ലെങ്കിൽ കുഞ്ഞിനെ അങ്ങനെ ചെയ്ത് ഇഷ്യൂസൊക്കെ കേൾക്കുമ്പോഴത്തേനും ഞാൻ ചിന്തിക്കുമായിരുന്നു ഇങ്ങനെയൊക്കെ ഒരാൾക്ക് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷെ ആ ഒരു സ്റ്റേജിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ചിന്തിക്കുക, ഗ്രാജുവലി നമ്മൾ അതിലേക്ക് എല്ലാവരും നല്ല, പക്ഷെ സപ്പോർട്ടൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴത്തേന് ഫാമിലി സപ്പോർട്ട് ഇസ് എ ബിഗ് തിങ് ഇൻ ദിസ്. എല്ലാവരും പറയണ ഒരു കാര്യമാണ്, നീ മാത്രമാണോ പറ്റുക, ഞങ്ങളൊക്കെ 10 പറ്റതാണ്, ഞങ്ങൾക്കൊന്നും ഈ പ്രശ്നം ഉണ്ടായിട്ടില്ല. അന്നത്തെ സാഹചര്യം ഇന്നത്തെ സാഹചര്യം വേറെയാണ്. അന്നത്തെ ആൾക്കാർ പിന്നെയും കുറേ കാര്യങ്ങൾ സഹിക്കാനും ക്ഷമിക്കാനൊക്കെ ശീലിച്ച് വന്ന ആൾക്കാരാണ്. പക്ഷെ ഇന്നത്തെ ജനറേഷൻ അങ്ങനെയല്ല. ഇന്നത്തെ ജനറേഷൻ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഭയങ്കര സെൻസിറ്റീവായിട്ട് ഇമോഷണലി റിയാക്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഇന്നത്തെ ജനറേഷനിലുള്ളത്. പണ്ട് എന്താ പറയുക, വലിയൊരു ഫാമിലി ആയിട്ട് എല്ലാവരും താമസിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, ഇത് ന്യൂക്ലിയർ ഫാമിലി ആയിട്ടാണ് മിക്കവരും താമസിക്കുന്നത്. 10-12 കുട്ടികളെ പറ്റി ചിന്തിക്കാൻ പോലും പറ്റില്ല. എന്തിനാ എനിക്ക് ഒരു കുട്ടിയായിട്ട് പോലും എനിക്ക് ഡീൽ ചെയ്യാൻ പറ്റണില്ല. ഇവിടെ വെച്ചിട്ട് ഈ ഒരു പ്രഗ്നൻസി ഇനി സ്റ്റോപ്പ് ചെയ്താലോ എന്ന് വരെ ഞാൻ ചിന്തിക്കാത്ത ദിവസങ്ങളില്ല. അപ്പോൾ അതാണ് ദിസ് ഇസ് നോട്ട് എൻ ഈസി ടാസ്ക്. അപ്പോൾ ഇതിപ്പോൾ അമ്മമാരായിരിക്കാം കൂടുതൽ കാണണമെന്ന് എനിക്കറിയാം. പക്ഷെ അല്ല, വേറെ ആരെങ്കിലും കാണണമെന്ന് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ മാക്സിമം നിങ്ങളവരെ സപ്പോർട്ട് ചെയ്യാൻ നോക്കുക. കാരണം വീണ്ടും പറയണത് ദിസ് ഇസ് നോട്ട് എൻ ഈസി ടാസ്ക്. ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. മെൻ്റൽ സപ്പോർട്ട്, ഒരു പാർട്ട്ണറിൻ്റെ സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു ഫാമിലി സപ്പോർട്ട് ഇതിലൊരു വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിതുപോലെ ആങ്സൈറ്റിയോ അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കൗൺസിലറിനെ അല്ലെങ്കിൽ സൈക്യാട്രിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാൻ നിങ്ങൾ മടിക്കരുത്. പലർക്കും സൈക്യാട്രിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും ഭയങ്കര എന്താ പറയുക, നാണക്കേടുള്ള കാര്യമാണ്. എനിക്ക് പ്രാന്ത, ആൾക്കാരുടെ കാഴ്ചപ്പാട് അങ്ങനെയാണ്. സൈക്യാട്രിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാന്താന്നാണ് അർത്ഥം. എല്ലാവരും അങ്ങനെയാണ് കാണുന്നത്. പക്ഷെ അതല്ല റിയാലിറ്റി. അങ്ങനെയല്ല, അതൊരു മെൻ്റൽ ഇൽനെസ് ആണ്. അപ്പം നമ്മൾ ഇപ്പോൾ ഒരു പനി വന്നാൽ അത് മരുന്ന് കഴിച്ച് മാറ്റുമ്പോൾ തന്നെ നമുക്ക് മൈൻഡിനൊരു അസുഖം വന്നാൽ നമ്മൾ അതുപോലെ മാറ്റണം. അല്ലാണ്ട് എല്ലാവരും പറയും പോലെ നീ നല്ല മാത്രം ചിന്തിക്കുക, നീ നല്ല പാട്ട് കേട്ടോണ്ടിരിക്കുക, ഇങ്ങനെയൊന്നും എപ്പോഴും വർക്കാവില്ല. എപ്പോഴും വർക്കൗട്ട് ആവില്ല ഇതൊന്നും. നീ കുറച്ചു നേരം പുറത്ത് പോ, റിലാക്സ്ഡ് ആവും, ഇതൊന്നും എപ്പോഴും വർക്കൗട്ട് ആവുന്ന കാര്യമില്ല. മരുന്ന് എടുക്കേണ്ട കാര്യത്തിന് മരുന്ന് തന്നെ എടുക്കണം. അപ്പോൾ ഞാൻ പറയണത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കൗൺസിലറിനെ കാണിക്കുക, സൈക്യാട്രിസ്റ്റിനെ കാണിക്കുക. ഒരിക്കലും വെച്ചുകൊണ്ടിരിക്കരുത്. അത് ഓഴ്സായി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അറിയാവുന്ന പോലെ ഞാൻ പറഞ്ഞുതരാം. വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഓൺ ചെയ്ത് വെച്ചാൽ ഇതുപോലത്തെ വീഡിയോസ് വരുമ്പോൾ ഇനിയും കാണാം. ടാറ്റാ, ബൈ ബൈ.